വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ സ്പീഡ് ബോട്ട് ക്യാപ്റ്റനെ കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ നടപടി. അപകടത്തിൽ വിയറ്റ്നാം സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അപകടത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ശരത്ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാൽ, ഇപ്പോൾ കസ്റ്റഡിയിൽ സ്പീഡ് ബോട്ട് ക്യാപ്റ്റനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തെല്ലാമാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ? സ്വാതി, വളരെയധികം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് വിയറ്റ്നാം സർക്കാരിന്റെ പ്രാഥമിക അന്വേഷണം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വേണ്ടത്ര സുരക്ഷാ മുൻകരുതൽ ഒന്നും തന്നെ ഈ സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗൈഡോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള സ്പോട്ടിന് അത്യാവശ്യം വേണ്ട സുരക്ഷ ഏർപ്പാടാക്കുന്ന യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല എന്നാണ് പ്രാഥമിക അന്വേഷണം തെളിഞ്ഞതെന്ന് ഇപ്പോൾ വിയറ്റ്നാം പോലീസ് വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീഡ് ബോട്ടിന്റെ ക്യാപ്റ്റൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കരയിൽ നിന്ന് 400 മീറ്റർ അകലെ വെച്ചാണ് തിരമാലയിൽപ്പെട്ട് ബോട്ട് കീഴ്മേൽ മറിയുകയായിരുന്നു. ബോട്ടിൽ നിന്ന് അതായത് വിനോദസഞ്ചാരികളൊക്കെ തന്നെ ബോട്ടിന്റെ ഡിക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സെൽഫിയും മറ്റു ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ബോട്ട് കീഴ്മേൽ മറിഞ്ഞത്. ബോട്ടിനടിയിൽപ്പെട്ട് ശ്വാസം പൊട്ടിയാണ് ഇന്ത്യക്കാരടക്കമുള്ള 15 പേർ കൊല്ലപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി വെളിപ്പെട്ടിരിക്കുന്നത്. കരയിൽ നിന്ന് വെറും 400 മീറ്റർ മാറി നടന്ന ഒരു അപകടത്തിൽ പോലും പരിക്കേറ്റവരെ എത്തിക്കാൻ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വിയറ്റ്നാം സർക്കാർ പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സ്വാതി.